ഷിക്ക ഓർക്കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പോട്ടിംഗ് വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് സീഡ്ലിങ്സിൻ്റെ പോട്ടിംഗ് വീഡിയോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോകെ പോകെ സീഡ്ലിങ്സ് മാത്രമല്ല മീഡിയം സൈസ് പ്ലാന്റ്, ഫ്ലവർ പ്ലാന്റ്സ് എല്ലാത്തിൻ്റെയും പോട്ടിംഗ് വീഡിയോസ് നെക്സ്റ്റ് എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ള രീതിയിൽ സീഡ്ലിങ്സിൻ്റെ ഒരു പോട്ടിംഗ് വീഡിയോ ആണ് ഇറക്കുന്നത്. അപ്പോൾ സീഡ്ലിങ്സ് നമ്മൾ രണ്ട് രീതിയിൽ പോട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് മഡ് പോട്ടിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോട്ടിലും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കരിക്കട്ട, ചാർക്കോൾ എടുക്കാം. അത് കഴുകി വൃത്തിയാക്കിയതാണ്. അതുപോലെ തന്നെ ഓട് പീസ് എടുക്കാം. ഓട് പീസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടിക പീസ് എടുക്കാം. എങ്കിലും ഓട് പീസ് കിട്ടിയാൽ അതാണ് നല്ലത്. പിന്നെ വരുന്നത് കോക്കനട്ട് ചിപ്സാണ്. ഓക്കെ, ഈ കോക്കനട്ട് ചിപ്സ് എടുക്കാം. പിന്നെ സാഫ് വെള്ളം, അതായത് ഫംഗിസൈഡിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് സീഡ്ലിങ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഹൈറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഹൈറ്റ് കൂടുതലാണ്, ഒന്നിന് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഹൈറ്റ് കുറവുള്ളത് ഞാൻ ഈ മഡ് പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് കൂടുതലുള്ളത് ഈ പ്ലാസ്റ്റിക് പോട്ടിലേക്ക്. അതെന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് പോട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 6 മാസം മുന്നേ ഇതുപോലത്തെ ഒരു സീഡ്ലിങ്സ് നമ്മൾ മഡ് പോട്ടിൽ പ്ലാന്റ് ചെയ്തതാണിത്. ഇപ്പോൾ അതിൻ്റെ സൈസ് ഉണ്ട്, ഇതിൻ്റെ റൂട്ട്സ് എല്ലാം ഇതിൻ്റെ പുറത്തേക്ക് വന്ന് നല്ല സൈസായിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതിൽ ചെറിയൊരു നെറ്റ് പോട്ട് ഉണ്ടായിരിക്കും. ആ നെറ്റ് പോട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഫംഗിസൈഡ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കൊന്ന് ഈ ചെടി ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്യുക. ഇതിൽ ചിലർ അരമണിക്കൂറൊക്കെ ഡിപ്പ് ചെയ്തിടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ മഡ് പോട്ടിലേക്ക് ഇത് നടാം. എന്നിട്ട് ഫസ്റ്റ് നമ്മളിതാ ചാർക്കോള്, ഈ മൂട് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമുക്ക് ഈ പോട്ടിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ, അതായത് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന രീതിയിൽ വേണം പോട്ട് ചെയ്യാനായിട്ട്. ഈ ചുവട് ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ കരിക്കട്ടയോ ഓട് പീസോ ഒന്നും കൊണ്ട് നിറയ്ക്കരുത്. ഇതിങ്ങനെ മുകളിൽ കാണുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. എങ്കിലേ പുതിയ ഷൂട്ട്സ്, റൂട്ട്സ് എല്ലാം ഫാസ്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇതിലിനി ഞാൻ ആദ്യം ചാർക്കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് നമുക്ക് ഓട് പീസ് ജസ്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ കോക്കോ ചിപ്സ് ലേശം, അഗൈൻ ചാർക്കോള്. മാക്സിമം ഇത് ടൈറ്റ് ചെയ്ത് നടണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നടാൻ തന്നെ ശ്രമിക്കണം എപ്പോഴും, ചെടി അനങ്ങാത്ത രീതിയിൽ. പിന്നെ നമ്മളിത് പ്ലാന്റ് ചെയ്തിട്ട് ഒരു 2 വീക്സ് ഷെയ്ഡിൽ തന്നെ കീപ്പ് ചെയ്യണം പ്ലാന്റ്. ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കണ്ട. ആ 2 വീക്സ് ഷെയ്ഡിൽ കീപ്പ് ചെയ്ത് വെള്ളം മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം മാത്രം പതിയെ നമ്മൾ ചെറിയൊരു വെയിലോട്ട് പ്ലാന്റിനെ ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അത് കെമിക്കൽ ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും ആ 2 വീക്സിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നമ്മൾ ഈ പോട്ട് ചെയ്ത പ്ലാന്റിന് നമ്മളിത് ഇങ്ങനെ തലവത്തന കാണിച്ചാൽ ഇതിങ്ങനെ വീഴത്തില്ല, ഇളകി. അപ്പം ഇത്രയും ടൈറ്റ് ചെയ്ത് വേണം നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കാണിച്ചാലും വീഴത്തില്ല, കണ്ടോ.
ഓക്കെ, നെക്സ്റ്റ് സീഡ്ലിംഗ് തന്നെയാണ് നമ്മൾ മഡ് പോട്ടിൽ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മളൊരു പ്ലാസ്റ്റിക് പോട്ടിൽ ഒരു സീഡ്ലിംഗ് പ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു നെറ്റ് പോട്ട് ഉണ്ടായിരിക്കും. ആ നെറ്റ് പോട്ട് നമ്മൾ പതിയെ റിമൂവ് ചെയ്യുക. ഉണ്ടോ, ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫ്രഷ് വാട്ടറിലൊന്ന് മുക്കുക. മുക്കിയതിന് ശേഷം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഇളകി വരും. അങ്ങനെ ഇളക്കുക. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫംഗി സൈഡിൽ ഈ പ്ലാന്റ് ഉൾപ്പെടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇപ്പം അങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒത്തിരി അങ്ങ് മീഡിയം ഇട്ട് ഇതിങ്ങനെ മാക്സിമം മുകളിലാക്കി ഇങ്ങനെ നടണ്ട. മീഡിയം വളരെ കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, മീഡിയം വളരെ കുറച്ച് കൊടുത്ത്, പക്ഷേ ഇതിൻ്റെ ഈ മൂട് ഭാഗം ഇതിലും മുകളിൽ തന്നെ ഇരിക്കണം. എങ്കിൽ ഈ ഷൂട്ട് പെട്ടെന്ന് വളർന്നിട്ട് അതിൽ നിന്ന് ന്യൂ റൂട്ട്സ് പെട്ടെന്ന് വരത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ ഈ ഓട് പീസ് കുറച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചാർക്കോൾ മിക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ പതുക്കെ ആ സീഡ്ലിംഗ് ഇതിൻ്റെ ഇടയ്ക്ക് പ്ലേസ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇനി അത് കവർ ആകുന്ന രീതിയിൽ നമ്മൾ മീഡിയം നിറയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോക്കോ ചിപ്സ് എടുക്കാം കുറച്ച്. അപ്പോൾ അടുത്ത് നമ്മൾ ഇതുപോലെ ഇതിൽ ചാർക്കോള് പിന്നെ ഓട് പീസ് ഇതൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇത് മാക്സിമം ടൈറ്റ് ചെയ്ത് തന്നെ നടുക. ഇതും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഫ്ലവർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഫെലനോപ്സിസ്, കാറ്റിലിയ ഈ വെറൈറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. ഓൺലൈൻ മാത്രമല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളത് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതിനുള്ള വാട്സപ്പ് നമ്പർ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് വാങ്ങാനാണ് താല്പര്യമെങ്കിൽ ഞാൻ ലൊക്കേഷനും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ പോട്ട് ചെയ്യുന്ന രീതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. മാക്സിമം ടൈറ്റ് ചെയ്ത് തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും. അപ്പോൾ നമ്മൾ നട്ടിട്ടുണ്ട്. ഇതിന് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗി സൈഡിലേക്ക് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 6 മന്തിന് മുമ്പ് ഇതുപോലെ സീഡ്ലിംഗ് ആയിട്ട് പ്ലാന്റ് ചെയ്തതാണ്. ഇപ്പോൾ അതിലിതാ ബഡ് വന്നിട്ടുണ്ട്. ബഡ്ഡിങ് സ്റ്റേജ് ആണ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ കുറച്ചാണ് ഇതിൽ മീഡിയം കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മീഡിയം ഇതിൽ ഓവറായിട്ടിട്ട് കവർ ചെയ്യണമെന്നില്ല. ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഇതാ മൂട് ഭാഗം പുറത്ത് കാണുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ 6 മന്ത് കൊണ്ട് നമുക്കൊരു സീഡ്ലിംഗ് ഒരു ഫ്ലവർ സ്റ്റേജിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു 5 മന്ത് കഴിഞ്ഞിട്ടുള്ള സീഡ്ലിംഗ് ആണ്. ഇതിന് ഫ്ലവർ സ്റ്റേജ് ആണ്. നെക്സ്റ്റ് 6 മന്ത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതിലും ബഡ് വരും. ഓക്കെ, താങ്ക് യു.